സോ ഒരു ക്യു എ ടീമിനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും അതേപോലെ അതിൻ്റെ ഡൗൺ സൈഡ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സ്കിൽഡ് ടെസ്റ്റേഴ്സ് ഫ്രം ഡേ വൺ. നമുക്ക് വളരെ സ്കിൽഡായ, വളരെ പ്രൊഫഷണലായ, ഡൊമൈൻ എക്സ്പെർട്ടൈസിലുള്ള ടെസ്റ്റേഴ്സിനെ ഡേ വൺ തൊട്ട് അവൈലബിൾ ആവും. അവർ സോൾലി ടെസ്റ്റിങ്ങിൽ മാത്രം ഫോക്കസ്ഡ് ആയ ആൾക്കാരായിരിക്കും. രണ്ടാമതായി ഫ്ലെക്സിബിൾ സ്കെയിലിംഗ്. നമുക്ക് പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ടീമിനെ ഈസി ആയിട്ട് സ്കെയിലപ്പ് ചെയ്യാനും, അപ്പോൾ റിക്വയർമെൻറ്റ് കുറവാണെങ്കിൽ നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാനും സാധിക്കും. മൂന്നാമതായി ലേറ്റസ്റ്റ് ടെക് സ്റ്റാക്ക്. നമ്മൾ ലേറ്റസ്റ്റ് ഓട്ടോമേഷൻ ടൂളുകളും ഫ്രെയിം വർക്കുകളും ഓൾറെഡി ഡെവലപ്പ് ചെയ്തായിരിക്കും. അവസാനമായി ഫാസ്റ്റർ റിലീസസ്. ഡെവലപ്മെൻറ്റ് ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാരണം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓരോ മൊഡ്യൂൾസും റിലീസ് ചെയ്യാൻ പറ്റും. ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ ടെസ്റ്റിങ്ങും സൈഡ് ബൈ സൈഡായി നടക്കുന്ന കാരണം വളരെ പെട്ടെന്ന് ബഗ്ഗുകൾ റിപ്പോർട്ട് ചെയ്യാനും അതുവഴി ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ ക്യു എ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഡൗൺ സൈഡ്സുകളും നോക്കാം. അതിലേറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കുറവ് നമുക്ക് നികത്താൻ പറ്റും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി ടെസ്റ്റ് വർക്ക്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ടീം ലീഡേഴ്സിനെയും അക്കൗണ്ട് മാനേജേഴ്സിനെയും അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് വർക്ക്സ് നിങ്ങളൊരു എക്സ്റ്റെൻഡഡ് ടീമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷനാലിറ്റി, പെർഫോമൻസ്, അതേപോലെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷന് ടെസ്റ്റ് വർക്ക്സിൻ്റെ എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.